യൂട്യൂബിലുള്ള ഒരു ആളുടെ ഉണ്ടാവുന്ന കുറെ പേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഒരു ദിവസം 14-15 മണിക്കൂറൊക്കെ പഠിക്കും. ശരിക്കും അങ്ങനെയാണോ ശരിക്കും നമ്മുടെ ലൈഫ്? ഹേ എവരിവൺ, വെൽക്കം ടു വൈഫിദ. ഈ വീഡിയോ നീറ്റ് ആസ്പിരൻസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും കൂടെ ഉള്ളതാണ്. ഇത് കുറച്ച് അഡ്വൈസസ് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്, ചെയ്യാതെ പോയ കുറെ നല്ല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഒരു മെത്തേഡ് കണ്ടു, ഒരു യൂട്യൂബിലുള്ള ഒരു ആളുടെ വീഡിയോ കണ്ടു, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ട്രൈ ചെയ്യാൻ തുടങ്ങും. ട്രൈ ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ യു വിൽ ഫീൽ ദാറ്റ് ഓക്കെ, ഇതാ ഇയാൾ MBBS പഠിക്കുന്നല്ലേ, ഇയാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളല്ല, അപ്പം ഇയാളുടെ മെത്തേഡ് എന്തായാലും കറക്റ്റ് ആയിരിക്കും, ദാറ്റ് വിൽ ബി കറക്റ്റ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ലേ. ആ ഒരു ഇത് കാരണം നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും, ട്രൈ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ മെത്തേഡ് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. വർക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം മാറ്റുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ മെത്തേഡ്സിൽ വീഴരുത്. കാരണം അവർ ചിലപ്പോൾ അവരുടെ കുറച്ച് വ്യൂസിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, അവരുടെ കുറച്ച് വ്യൂസിന് വേണ്ടി എടുക്കുന്ന മെത്തേഡ്സോ പറയുന്ന മെത്തേഡ്സോ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫാണ് അതിൽ പോകുന്നത്, നിങ്ങളുടെ ഒരു വർഷമാണ് അതിൽ പോകുന്നത്. സോ അങ്ങനത്തെ ട്രാപ്പുകളിൽ വീഴാതിരിക്കുക. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്ലീസ് കോൺസെൻട്രേറ്റ്. നിങ്ങൾ കോൺസെൻട്രേഷനിൽ മുന്നോട്ട് പോകും. ഇപ്പൊ നിങ്ങളൊരു ഡ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സ് ഇപ്പം ജോലി അവർ ഓൾറെഡി കോളേജിൽ പോകുന്നുണ്ടാവും, ഇപ്പൊ നീറ്റ് തന്നെ കിട്ടിയ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പം ബോർഡ്സ് കഴിഞ്ഞ ആളുകളാണ് എന്ന് വെച്ചോ, അപ്പം അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഓരോ ഫണ്ണായിട്ടൊക്കെ പോകും. പക്ഷെ നിങ്ങൾ പഠിത്തത്തിലേക്ക് തന്നെ ആകുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരിക്കലും നോക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന കുറെ പേരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ കാണുന്ന ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ഇങ്ങനെ ടേബിളൊക്കെ ഒരുക്കി ഭയങ്കര നല്ലതായിട്ട് വീഡിയോ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിലല്ലേ എല്ലാവരും പഠിക്കുന്ന വീഡിയോസ് ഒക്കെ എടുക്കുക. പക്ഷെ ശരിക്കും അങ്ങനെയാണോ ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, നമ്മൾ ഇവരുടെ ടേബിളൊക്കെ ഭയങ്കര ഒരുക്കിയൊക്കെ കാണുമ്പോൾ നമ്മളും അങ്ങനെ ആവാൻ ശ്രമിക്കും. ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും അതിൽ. അപ്പൊ അവരെങ്ങനെയാണ് ടേബിൾസ് ഒക്കെ നമ്മൾ എങ്ങനെ ഒരുക്കുന്നത് അതുപോലെ നമ്മൾ ഒരുക്കി പഠിക്കാൻ നോക്കും. സത്യം പറഞ്ഞാൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അങ്ങനെയൊന്നുമല്ല അവർ ശരിക്കും പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചോ, നിങ്ങൾ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ടേബിളൊക്കെ ഒരുക്കിയല്ലേ നിങ്ങളൊരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് കാണിക്കുന്നത് നല്ല ബെസ്റ്റ് ആയിട്ടല്ലേ കാണിക്കും, നിങ്ങൾ ബുക്സിലൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ട് അങ്ങനെയല്ലേ കാണിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും അതുപോലെ ആവാതിരിക്കുക, ബിക്കോസ് നിങ്ങൾ ഒറിജിനൽ ലൈഫ് അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഈ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസിന്റെ ബാക്കിലോ എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പാറ്റേണിന്റെ ബാക്കിലോ ഒന്നും ഒരിക്കലും പോകരുത്. ബാക്കിയുള്ള ആൾക്കാരുടെ അബിലിറ്റി കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ചിലപ്പം ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ മതിയായിരിക്കും. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 14-15 മണിക്കൂറൊക്കെ പഠിക്കേണ്ടി വരും. നമുക്കൊക്കെ ഓരോ രീതിയിൽ പഠിക്കാനുള്ള ഒരു കഴിവാണുള്ളത്. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അനുസരിച്ച് അവരുടെ ഫണ്ടിന് വേണ്ടി പോയാൽ നിങ്ങളുടെയും കൂടെ ഒരു ഫ്യൂച്ചർ ആണ് പോകുന്നത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനെ നമ്പരുത്. ആക്ച്വലി അവരൊന്നും ചെയ്യുന്നില്ല തെറ്റൊന്നും, പക്ഷെ നമ്മൾ അതിൽ ഫോളോ ആയി പോയത്. ആക്ച്വലി അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കും സങ്കടാവും നമുക്കും സങ്കടാവും. എന്തിനാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്? അതിലും ഭേദം ആ ഒരു ടെമ്പററി ഹാപ്പിനെസ് ഒഴിവാക്കുക. അവർ ടെമ്പററി ഒരു ഹാപ്പിനെസ്സിന് നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടെമ്പററി ഹാപ്പിനെസ് ഒഴിവാക്കി നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ അടുത്ത പറയാനുള്ളത്, ഡോണ്ട് സേ യുവർ റാങ്ക്സ് ആൻഡ് യുവർ ഹാപ്പിനെസ്, യുവർ സ്റ്റഡി മെത്തേഡ്സ് ടു അതേഴ്സ്. ഡോണ്ട് ഷെയർ ദാറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ഒരു നല്ലൊരു റാങ്ക്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്റ്റഡി മെത്തേഡ് ഡിസ്കവർ ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോവാന്ന് വെച്ചോ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇന്ന് മുതൽ ഇങ്ങനെ നല്ലോണം പഠിക്കാൻ പോകും, നിങ്ങൾ നല്ലൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചോ, ആ ഒരു സാധനം ആരോട് പറയരുത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡോപ്പമിൻ റിലീസ് പോയി, നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസിന്റെ ആ ഒരു ഹോർമോൺ റിലീസ് അവിടെ പോയി. നിങ്ങൾ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ അത് പോകും. പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ മോട്ടിവേഷൻ ഉണ്ടാവില്ല, മോട്ടിവേഷൻ പോകും. ദാറ്റ് ഇസ് ഇറ്റ്. അങ്ങനെയാണ് ലോകം വർക്ക് ചെയ്യുന്നത്, അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം അത് ആരോടും പറയരുത്. നിങ്ങൾ അത് നിങ്ങളുടെ സീക്രട്ട് ആയി വെച്ച് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്ത് പിന്നെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ പുറത്ത് വന്ന് ഷൈൻ ചെയ്യാം. അങ്ങനെയല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കരമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കരുത്. നിങ്ങൾ ഉറപ്പിച്ച് പോസിറ്റീവായി തിങ്ക് ചെയ്യണം. എനിക്കിത് എന്തായാലും കിട്ടും, എനിക്കിത് കിട്ടും എന്നുള്ള ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ പറഞ്ഞ് റിപ്പീറ്റഡ്ലി എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്തായാലും വരും. നിങ്ങളിപ്പോൾ എനിക്ക് നീറ്റ് എന്തായാലും കിട്ടും, ഞാൻ നല്ലൊരു മെഡിക്കൽ കോളേജ് കിട്ടും, നിങ്ങളുടെ ഒരു ഡ്രീം മെഡിക്കൽ കോളേജ് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് എനിക്ക് ഇത് എന്തായാലും കിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ട്രാൻസ്ഫർ ആവും. നിങ്ങൾ തന്നെ അറിയാതെ എന്താണ് നിങ്ങൾ അവിടേക്ക് ഡ്രീമിലേക്ക് എത്തും. ആണ് സെൽഫ് കോൺഫിഡൻസും മോട്ടിവേഷനും എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.